ഇവിടെ താമസിക്കാരിടം തന്നാൽ വലിയ ഉപകാരമായിരിക്കും. ഇതാ ഒരു കുഴപ്പം. ഇക്കാലത്ത് നല്ലൊരു മനസ്സുണ്ടാവാൻ പാടില്ല, ഒരു സമാധാനം കിട്ടില്ല. ഗെയിം ഷോയിൽ തുടരാൻ മാനസികമായ ബുദ്ധിമുട്ടുണ്ട്. ഇനി എനിക്ക് തുടരാൻ പറ്റില്ല. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. എനിക്ക് പോകണം. ഈ മാനസികമായി ഒട്ടും തുടരാൻ പറ്റത്തില്ല. എൻ്റെ മെൻ്റൽ ഫിറ്റ്നസ് എനിക്ക് വളരെ 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 ഇമ്പോർട്ടൻറ്റ്. പറയാം, പുറത്തേക്ക് പോകുക എന്നുള്ളത് എൻ്റെ തീരുമാനമല്ല. അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഞാൻ നമ്മളെയാണല്ലോ മച്ചമ്പി. ഇന്റർവ്യൂ സമയത്ത് കൂളിംഗ് ഗ്ലാസ് വെച്ചില്ല. നന്നായി. ചേട്ടന്റെ സ്വന്തം ഇഷ്ടപ്രകാരം വന്നതല്ല. ഇല്ല, ഞാൻ ക്വിറ്റ് ചെയ്തതല്ല ഷോ. അല്ല 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 കുറച്ച് കാലായി മനസ്സിൽ അടക്കി വെച്ചിരുന്നൊക്കെ പുറത്തു പറഞ്ഞപ്പോ എന്തൊരാശ്വാസം. ശരിയാ. പക്ഷേ ലാൽ സാറ് വന്നിട്ട് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് വേദന ഉണ്ടാക്കി. എന്നെന്തിനെ പൊക്കി പറയണേ? കിടക്കട്ടെ, എന്നെ കൊണ്ട് ഇതൊക്കെ അല്ലേ പറ്റുള്ളൂ. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. നീ കാണുന്ന ഞാൻ ഇതിന് കൂട്ടിവെക്കോ? കേസായി ഞാൻ കൊടുക്കില്ലേ? ചാണ്ടി ചായം കൊടുക്കില്ലേ? ഈ ജോസ് കൊടുക്കില്ലേ? ഞാനോ? അപ്പൊ ആ തോന്നലൊന്ന് ഒരു പിന്നെ നമുക്ക് ഒരടിയല്ലല്ലോ, മെഷീൻ കണ്ണായിരുന്നില്ലേ? ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഞാനാക്കണ, ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. നമ്മളിവിടെ നിന്ന് ഒറ്റയ്ക്ക് ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. കൂട്ടുപ്രതികളെയൊക്കെ വിളിക്കേ, എല്ലാരും കൂടെ ആലോചിച്ചാലേ ഇതിനൊരു പരിഹാരം ഉണ്ടാവും, അല്ലേ? നീ എന്താ ആലോചിക്കുന്നത് മുതലാളി? Oh my goodness. Oh my god. ലോകത്ത് ഇന്ന് വരെ ആരും കാണിച്ചിട്ടില്ലാത്ത ഒരു തറവേല ഞാനിപ്പോ ഇവിടെ കാണിക്കാൻ പോവാണ്. കൂടെ നിന്നോണം. നീ വേഗം കാണിക്കേ. വേറൊരു ബെസ്റ്റ് ഡീസന്റ് ഐഡിയ ഉണ്ട്, പക്ഷെ അത് ചെയ്യണമെങ്കിൽ നിന്റെ കോപ്പറേഷൻ കൂടെ വേണം. മാത്രമല്ല, ഇതേ തുടർന്നുള്ള എല്ലാ പ്രശ്നങ്ങളും തീരുകയും ചെയ്യും. എല്ലാ പ്രശ്നങ്ങളും തീരും. അദ്ദേഹം 2-3 ദിവസം ഇവിടെ ഉണ്ടാവും. എപ്പോ വേണേലും വിളിച്ച് കരയാം കേട്ടോ. മുഹമ്മൂടി മാറ്റിക്കോളൂ. വിളിക്കാലോ, പക്ഷെ ആ വിശ്വരൂപം കണ്ട് ഞെട്ടരുത്. അതേതാടാ ആ അവതാരം? അവതാരപ്പിറവികളുടെ മുഴുവൻ രൗദ്രഭാവം ആവാഹിച്ച ഈ മൂർത്തിക്ക് ഇപ്പൊ പേര് ആണോ? ഭയങ്കര. രതീഷ്, എന്തൊക്കെയുണ്ടോ വിശേഷം? സുഖാളിയാ. എന്താ ഇവിടെ? എന്തായത്? ആരാ തീരുമാനിച്ചെങ്കിലും സ്വീകരണം? അത് പാടില്ലായിരുന്നല്ലോ. നമ്മളാരും തീരുമാനിച്ചതല്ല, അവർ സ്വയം തീരുമാനിച്ചതാ. ലവ് യു. നീ വന്നല്ലോടാ. നീ ഇവിടെ ഉണ്ടായിരുന്നോടാ? നിന്റെ എനിക്ക് നഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ കരുതിയത്. ഞാൻ രക്ഷപ്പെട്ടു എന്നാ കരുതിയത്. അവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനല്ല അവിടെ പോയിരിക്കുന്നത്. ഇല്ല, അവർക്ക് പറയേണ്ട കാര്യങ്ങൾ, അവരുടെ സങ്കടങ്ങൾ പറയാനും അവരെ എന്റർടൈൻ ചെയ്യാനുമാണ്. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. അവരുടെ സങ്കടങ്ങൾ പറയാനും അവരെ എന്റർടൈൻ ചെയ്യാനുമാണ്. നാടകം തീർന്നാൽ ആമി എനിക്കൊരു കാര്യം പറഞ്ഞു തരണം. എന്തായിരുന്നു എന്റെ വേഷത്തിന്റെ പേര്? കോമാളി, വിദൂഷകൻ? ഞങ്ങൾ നോക്കട്ടെ, നിങ്ങൾ സംസാരിച്ചിരിക്കൂ. അപ്പൊ എല്ലാവരെയും ചിരിപ്പിച്ചോളൂ. ചെറിയൊരു ബ്രേക്ക്.